ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് കർത്താവിന്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 29 സങ്കീർത്തനം 4 തിരുവചനത്തിൽ ഇപ്രകാരം കർത്താവിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു അഭിഷേകം ഈ മണിക്കൂറുകളിൽ നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നമ്മുടെ സമൂഹങ്ങളിലേക്കും പകരുവാനായിട്ട് പോവുകയാണ്. ദൈവവചനത്തിന്റെ പവർ അനേകമായിരങ്ങളിലേക്ക് ഈ സ്തുതി ആരാധനയിലൂടെ പരിശുദ്ധാത്മ പകരുകയാണ്. പ്രിയ ദൈവമക്കളെ, കർത്താവ് നൽകുന്ന ഈ അഭിഷേകം സ്വീകരിക്കുവാനുള്ള ആഗ്രഹത്തോടെ നമുക്കായിരിക്കാം. കുടുംബമായി നിങ്ങൾ എല്ലാവരും ടെലിവിഷന് മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ആരെയും ശ്രദ്ധിക്കേണ്ട. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. ഈ വചനത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പാടി ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഈ ആത്മനിറവിന് വേണ്ടി? ചേർന്ന് പാട്. എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവേ വരിക, വരിക, ഞങ്ങളിൽ നിറയുക. ഹോളി സ്പിരിറ്റ്, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. ലോക ജനതയുടെ എല്ലാ ഭൂഖണ്ഡങ്ങളുടെ ഈ പുതിയ തലമുറയുടെ കാറ്റായി വീശുക. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ശക്തിയോടെ കരമടിച്ച് എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവേ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ ഇരുകരങ്ങൾ ഉയർത്തി അടിച്ചു പാടുന്നു. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അഭിഷേകത്തോടെ പാടുക. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. കുടുംബങ്ങൾ മുഴുവൻ കത്തിപ്പടരട്ടെ. കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ, ആത്മാവിൻ അഗ്നി കത്തിപ്പടരട്ടെ. ആത്മാവിൻ അഗ്നി കത്തിപ്പടരട്ടെ. ആത്മാവിൻ അഗ്നി കത്തിപ്പടരട്ടെ. ഇരുകരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിനും ഉയർത്തിപ്പിടിക്കുന്നു. ഈ അഭിഷേക അഗ്നിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളുയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കും. മക്കളെ വരിക, വരിക, പരിശുദ്ധാത്മാവേ, അഭിഷേക തീയായി വരിക. അനേകായിരങ്ങളിൽ കത്തുക. ഈ സ്തുതി ആരാധനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അനേകമായിരങ്ങളുടെ മേൽ അഭിഷേക
അഭിഷേകമായി വരിക, കൃപയായി വരിക, സൗഖ്യമായി വരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളിൽ നിറയുക, കൂട്ടായ്മകളെ ഉണർത്തുക, സമൂഹങ്ങളെ ശക്തിപ്പെടുത്തുക. പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കട്ടെ. ഓരോ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. തലമുറകൾ അഭിഷേകം പ്രാപിക്കട്ടെ. വ്യക്തി ജീവിതങ്ങൾ നവീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ ഹൃദയം തുറന്ന് വിളിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിച്ച് വിളിച്ച്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. അപ്പോസ്തലന്മാരുടെ മേൽ നിറഞ്ഞതുപോലെ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ, പ്രവാചകനായ ഏലിയായിൽ നിറഞ്ഞതുപോലെ, മോശയിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയണമേ. Feel Holy Spirit. ഹല 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 ഹല. നിറയുക, നിറയുക പരിശുദ്ധാത്മാവേ. കപടതയുടെ കെട്ടുകളെ പൊട്ടിക്കുക. ദൈവമക്കൾ യഥാർത്ഥത്തിൽ റിയലാകുവാൻ, യാഥാർത്ഥ്യം ബോധ്യമുള്ളവരാകുവാൻ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജ്ഞാനം നൽകണമേ, ശക്തി നൽകണമേ, കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളെ ആശീർവദിക്കണമേ. അഭിഷേകം, അഭിഷേകം, അഭിഷേകം. കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ. Lord, fire. കത്തി, കത്തി, കത്തി പടരട്ടെ. ജനകോടികളിൽ പടരട്ടെ, ജനകോടികളിൽ പടരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വളരെ പ്രത്യാശയോടെ കർത്താവിന്റെ വചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ ലിദിയയുടെ ഹൃദയത്തെ തുറന്ന അതേ കർത്താവ് ഈ വചന ശുശ്രൂഷയിലേക്ക് അനേകം ആയിരങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുകയാണ്. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവമക്കൾ കപടതയില്ലാത്തവരാകണം. മറ്റേതൊരു കാലഘട്ടത്തേക്കാൾ ഉപരി നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം, ഈ ലോകം കാപട്യത്തിന് ലോകമായി മാറിക്കഴിഞ്ഞു. ഏത് മണ്ഡലങ്ങളിലോട്ട് നമ്മൾ നോക്കിയാലും അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കപടതയുടെ മുഖങ്ങളാണ്. ചിലരെങ്കിലും പറയാറുണ്ട്, സഹോദര, ഈ ലോകത്തിൽ കാപട്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം ഈ ലോകം മുഴുവൻ കപടത നിറഞ്ഞിരിക്കുക. അല്പസ്വല്പം വഞ്ചനയില്ലാതെ, ചതിയില്ലാതെ, മാത്സര്യ ബുദ്ധിയില്ലാതെ ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അനേകരുടെ ചിന്താഗതി ഇതാ. എന്തിന്? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇപ്രകാരം ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ പ്രിയ ദൈവമക്കളെ, തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുകയാണ്. കർത്താവിന്റെ ജനം എവിടെയും റിയലാകണം. നമ്മൾ റിയലാകുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, തൊഴിൽ മേഖലകളിൽ, നമ്മളായിരിക്കുന്ന കൂട്ടായ്മയിൽ, നമ്മുടെ സഭയിൽ, സമൂഹങ്ങളിലെല്ലാം നമ്മൾ റിയലാകുവാൻ കർത്താവ് അതിയായി ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ തിരുവാക്യം. അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുകയും. മറ്റേത് നാളുകളേക്കാൾ ഉപരി ഇന്ന് ഈ വചനത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. ഈ വചനം എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? ദൈവജനം കപടതയില്ലാത്തവരായിരിക്കണമെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുകയാണ്. നമ്മുടെ കർത്താവ് ഏറ്റവും അധികം വെറുക്കുന്ന പാപമാണ് കാപട്യം. നാം സുവിശേഷങ്ങളിലൂടെ കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ വലിയ തിന്മയ്ക്കെതിരെ കർത്താവായ യേശു എന്തുമാത്രമാണ് ശബ്ദമുയർത്തിയത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 13 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ അവിടെ 7 പ്രാവശ്യമാണ്
കർത്താവ് ഈ തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തിയത്. കപടനാട്ടിക്കാരായ ഫരിസേരെ, നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം. 13-ാം വചനത്തിൽ യേശു പറയുകയാണ്, നിങ്ങൾക്ക് ദുരിതം. വീണ്ടും 15-ാം വചനത്തിൽ കാണുവാൻ കഴിയും, കപടനാട്ടിക്കാരെ നിങ്ങൾക്ക് ദുരിതം. വീണ്ടും 17-ാം വചനത്തിലോട്ട് വരുമ്പോൾ അവിടെയും വ്യക്തമായി കാണാൻ പറ്റും, കപടനാട്ടിക്കാരെ ദുരിതം. വീണ്ടും മത്തായിയുടെ സുവിശേഷം 23-23 വരുമ്പോൾ കാണാൻ പറ്റും, കപടനാട്ടിക്കാരെ നിങ്ങൾക്ക് ദുരിതം. 25-ാം വാക്യത്തിലോട്ടും 27-ാം വാക്യത്തിലോട്ടും, എന്തിന് 29-ാം വാക്യത്തിലോട്ടും ഇത് നിങ്ങൾ പിന്നീട് എടുത്ത് വായിക്കണം, ധ്യാനിക്കണം. അവിടെ 7 പ്രാവശ്യമാണ് കപടനാട്ടിക്കാരായ വ്യക്തികളെ നോക്കി കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് ദുരിതം. ഈ വചനത്തിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളോട് ഇടപെടുകയാണ്. എന്താ കർത്താവ് പറയുന്നത്? കപടതയുള്ളവർ ആര് തന്നെയായാലും അവർ അധികം മുന്നോട്ട് പോവുകയില്ല. കപടതയുള്ള ജീവിതങ്ങൾക്ക് ദുരിതമെന്ന് ഈ വചനത്തിലൂടെ ഈശോ പഠിപ്പിക്കുക. കപടതയുള്ള കുടുംബങ്ങൾക്ക് ദുരിതം, കപടതയുള്ള കൂട്ടായ്മകൾക്ക് ദുരിതം, കപടതയുള്ള സമൂഹങ്ങൾക്ക് ദുരിതമെന്ന് ഈ തിരുവചനത്തിലൂടെ ശക്തമായി പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പൊ ഈ വചനമെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ യാഥാർത്ഥ്യം എന്താ? കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ തിന്മയാണ് കാപട്യം. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, ദൈവമക്കൾ റിയലാകണം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാ. ഇന്ന് അനേകർക്ക് റിയലാകാൻ പറ്റുന്നില്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജനുവിനാകാൻ പറ്റുന്നില്ല. എവിടെയും കപടതയുടെ മുഖങ്ങളുമായി അനേകർ നടക്കുകയാണ്. ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, പ്രിയ സഹോദര സഹോദരി, അപ്പൊ എന്താണ് ഈ കപടത? കാപട്യം എന്ന് പറഞ്ഞാൽ എന്താ? അത് മറ്റൊന്നുമല്ല, യഥാർത്ഥത്തിൽ നമ്മൾ എന്തായിരിക്കുന്നുവോ അതിനേക്കാൾ മെച്ചമായ ധാരണ മറ്റുള്ളവർക്ക് നമ്മൾ നൽകുന്നതാണ് കാപട്യം. ഞാൻ യഥാർത്ഥത്തിൽ എന്തായിരിക്കുന്നുവോ അതിനേക്കാൾ മെച്ചമായൊരു ധാരണ എന്റെ മാതാപിതാക്കൾക്ക് നൽകുന്നു, ജീവിത പങ്കാളിക്ക് നൽകുന്നു, മക്കൾക്ക് നൽകുന്നു, എന്റെ കൂടെയുള്ളവർക്ക് നൽകുന്നു, എന്റെ ഓഫീസിലുള്ളവർക്ക്, എന്റെ ബിസിനസ് മേഖലയിലുള്ളവർക്ക്, എന്റെ സുഹൃത്തുക്കൾക്ക്, എന്റെ അധികാരികൾക്ക്, എന്റെ സമൂഹ അംഗങ്ങൾക്ക് ഞാൻ നൽകുന്നു. അതാണ് കാപട്യം എന്ന് വചനം പഠിപ്പിക്കുക. തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും കപടതയോടുകൂടി ജീവിച്ച പെരുമാറിയ പല വ്യക്തിത്വങ്ങളെയും. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 8-ാം വചനത്തിലോട്ട് വരുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ നമുക്ക് കാണാം, കായേൻ. എന്താണ് ഈ വചനം നമ്മോട് പറയുന്നത്? ഒരു ദിവസം കായേൻ തന്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം, നമുക്ക് വയലിലേക്ക് പോകാം. ഈ വാക്കുകൾ പൂർണ്ണമായും കപടതയുടെ വാക്കുകളായിരുന്നു. സ്നേഹം നടിച്ച് വളരെ കാപട്യത്തോടുകൂടെ കായേൻ തന്റെ സഹോദരനായ ആബേലിനോട് പെരുമാറുകയാണ്. ആബേൽ, വരുവിൻ നമുക്ക് വയലിലേക്ക് പോകാം. എന്തൊരു സൗമ്യതയാ! നമ്മൾ ശരിക്കും നോക്കുമ്പോ എന്തുമാത്രം സ്നേഹമായിട്ട് ഇത് തോന്നാം. എന്നാൽ കായേന്റെ ഹൃദയം മുഴുവൻ കപടതയായിരുന്നു. സ്നേഹം നടിച്ച് കപടതയോടുകൂടി പെരുമാറുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള വലിയ മുന്നറിയിപ്പാണ് കായേന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. ഞാൻ വളരെ വേദനയോടുകൂടി പങ്കുവയ്ക്കുക. പല സ്ഥലങ്ങളിലേക്കും ധ്യാന ശുശ്രൂഷകൾക്കായിട്ട് കടന്നു ചെല്ലുമ്പോൾ തകർന്ന ഹൃദയത്തോടെ അനേകരെ കണ്ണീരോടുകൂടി അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. സഹോദര, ഞങ്ങളുടെ ജീവിതം നശിച്ചു, ഞങ്ങൾക്ക് ഈ ഗതി വന്നു, ഞങ്ങളുടെ ജീവിതം പാഴായിപ്പോയി. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താ പറ്റിയത്, എന്താ നിങ്ങളുടെ പ്രശ്നം? അവര് പറയുന്ന കാര്യം ഇതാ, സ്നേഹം നടിച്ച് ഞങ്ങളുടെ പണം അവര് തട്ടിച്ചു, സ്നേഹം നടിച്ച് കപടതയോടുകൂടി പെരുമാറി എന്റെ വിശുദ്ധി കന്യകാത്വം നശിപ്പിച്ചു, സ്നേഹം നടിച്ച് എന്റെ കുടുംബത്തെ തകർത്തു, സ്നേഹം നടിച്ച് എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചു. ഇന്ന് എത്രയെത്രയോ ജീവിതങ്ങളാണ്, എന്തുമാത്രം കുടുംബങ്ങളാണ് ഈ ഒരു തിന്മയുടെ സ്വാധീനത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നത്. കായേൻ അതിനുള്ള വലിയൊരു തെളിവാണ്. സ്നേഹം നടിച്ച് ആബേലിനെ വയലിലോട്ട് കൊണ്ടുപോയി അവനോട് മറുതലിച്ച് ആബേലിനെ കൊന്നുകളയുകയാണ്. കപടതയുടെ വലിയ മുഖം കായേന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മ കാണിക്കുകയാണ്. രണ്ടാമത് നമുക്ക് കാണാൻ പറ്റും അബ്സലോം. സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം
15-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള തിരുവചനം നമ്മൾ എടുത്ത് പരിശോധിക്കണം. തന്റെ പിതാവായ ദാവീദിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുവാൻ സ്വയം രാജാവാകാൻ പരിശ്രമിക്കുന്ന അബ്സലോം, അതിനുവേണ്ടി വളരെ കപടതയോടുകൂടി തന്റെ സ്വന്തം പിതാവിനോട് പെരുമാറുന്ന ഒരു വ്യക്തിയായി അബ്സലോമിനെ ഈ തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് വെറും ഒരു അബ്സലോമിന്റെ മാത്രം അനുഭവമല്ല. ഇന്ന് രാഷ്ട്രീയ മേഖലയിൽ എന്താ നടക്കുന്നത്? ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഇതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ നിന്ന് പരിശോധിക്കണം, അനുദപിക്കണം. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരത്തിനു വേണ്ടി, ലോകത്തിന്റെ കൈയടിക്ക് വേണ്ടി, ലോകത്തിന് മുമ്പിൽ മാന്യമാരാകാൻ വേണ്ടി കപടതയോടുകൂടി പെരുമാറുന്നവര്, അത് അപ്പനാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, ഭർത്താവാണെങ്കിലും ശരി, സഹോദരനാണെങ്കിലും ശരി, ആര് തന്നെയായാലും ശരി, എനിക്ക് സ്ഥാനം കിട്ടണം, എനിക്ക് വലിയവനാകണം, എനിക്ക് അധികാരമുണ്ടാകണം, അതിനുവേണ്ടി എന്തും ചെയ്യാനും മടിയില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പ്രിയ ദൈവമക്കളെ നമ്മൾ വന്നെത്തി നിൽക്കുകയാണ്. വചനം വെളിപ്പെടുത്തുന്നുണ്ട്. 12-ാം വചനത്തിലോട്ട് വരുമ്പോൾ അങ്ങനെ അബ്സലോമിന്റെ ഗൂഢാലോചന സംഘം വളരെ വലുതായി. ദാവീദിനെതിരായി അവൻ പൊളിറ്റിക്സ് കളിക്കുക, അനേക ഹൃദയത്തെ വശീകരിക്കുകയാണ്. എന്നാൽ കപടതയോടുകൂടി പെരുമാറിയ അബ്സലോമിന് എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 18-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. അവിടെ വചന ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: യോവാബിന്റെ ആയുധവാഹകരായ 10 പേർ അബ്സലോമിനെ വളഞ്ഞ് അവനെ അടിച്ചു കൊന്നു. ഒരു പട്ടിയെ പോലെ യോവാബിന്റെ കൂടെയുള്ള പട്ടാളക്കാരെ അബ്സലോമിനെ അടിച്ചടിച്ച് കൊല്ലുകയാണ്. പ്രിയ ദൈവമക്കളെ, കപടതയുള്ളവർ ആര് തന്നെയായാലും, അവർ എന്തുമാത്രം ഉന്നതരാണെങ്കിലും, രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെങ്കിലും, ആൾബലമുള്ളവരാണെങ്കിലും, മണിപ്പവറുള്ളവരാണെങ്കിലും, മസിൽ പവറുള്ളവരാണെങ്കിലും, അബ്സലോമിന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോടും സംസാരിക്കുകയാണ്. അവർ അധികം മുന്നോട്ട് പോവുകയില്ല. അവർ അധികം മുന്നോട്ട് പോവുകയില്ല. യേശു പറഞ്ഞു, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം അവിടെ 2-ാം വചനത്തിൽ, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല. ഹല്ലേലൂയ! എന്തുമാത്രം കൃത്യമാണ് ഈ വചനം. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. വീണ്ടും പുതിയ നിയമത്തിലോട്ട് വാ. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 1ഉം 2ഉം തിരുവചനങ്ങളിൽ അവിടെ ഒരു അങ്കിളിനെയും ആന്റിയെയും നമുക്ക് കാണാൻ പറ്റും. അനനിയാസ്, സഫീറ, ഇതാണ് അങ്കിളിന്റെയും ആന്റിയുടെയും പേര്. ഈ അനനിയാസ്, സഫീറയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ട്. പലപ്പോഴും ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള വലിയ ഒരു വാണിംഗ് ആണ് അനനിയാസ്, സഫീറ ദമ്പതികളിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത്. 1ഉം 2ഉം വചനങ്ങളിൽ എന്താ കാണാൻ കഴിയുന്നത്? അനനിയാസ് എന്നൊരാളും അവന്റെ ഭാര്യ സഫീറയും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു, തങ്ങളുടെ സ്ഥലം അവർ വിറ്റു. 2-ാം വചനത്തിൽ പറയാണ്, വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടുകൂടെ മാറ്റിവെച്ചു. ഇതാണ് വിഷയമായത്. ഇതാണ് കപടത. ഭാര്യയുടെ അറിവോടുകൂടെ ഒരു ഭാഗം മാറ്റിവെച്ചു. ബാക്കിയുള്ളത് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അവർ സമർപ്പിച്ചു. ഞങ്ങൾ വലിയ സമർപ്പണമുള്ളവരാണെന്ന് സഭാ നേതൃത്വത്തിന് അവര് ഒരു ധാരണ കൊടുക്കുകയാണ്. ഞങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ഞങ്ങൾ സഭയെ അത്രമാത്രം സ്നേഹിക്കുന്നവരാണെന്നുള്ള ഒരു ധാരണ അപ്പോസ്തലന്മാർക്ക് ഇവർ കൊടുക്കുകയാണ്. എന്നാൽ ഇവരുടെ കപടത നിറഞ്ഞ പ്രവർത്തികൾ സ്വർഗത്തിലെ കർത്താവിന്റെ സൂപ്പർസോണിക് കമ്പ്യൂട്ടറിൽ കർത്താവ് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ മാറ്റിവെച്ചു ഭാവിക്കുകയാണ്, ഞങ്ങൾ വലിയ ആത്മീയരാണെന്ന് നടിക്കുകയാണ്. ഇന്ന് ഇത് നമുക്കുള്ള മുന്നറിയിപ്പാണ്. വലിയ ആത്മീയത നടിക്കുന്നവർ, ആത്മീയത കളിക്കുന്നവര്, ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നവരാണ്, ഞാൻ നന്നായി ഉപവസിക്കുന്നവളാണ്, എനിക്ക് നല്ലൊരു സമർപ്പണമുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇന്ന് നമ്മളൊക്കെ കാട്ടിക്കൂട്ടുന്ന പല വിധത്തിലുള്ള കപട നിറഞ്ഞ പ്രവർത്തികള് എന്താ ഇവർക്ക് സംഭവിച്ചേ? ഇവർക്ക് എന്താ സംഭവിച്ചേ? വലിയ ജഡ്ജ്മെന്റ് ഇവർക്ക് ഉണ്ടാവുകയാണ്. പത്രോസ്ലിഹായുടെ മുൻപിൽ അനനിയാസ് അവൻ മരിച്ചു വീണു. അധികം താമസിയാതെ സഫീർ ആന്റിയും
ഇതുപോലെ തന്നെ മരിച്ചു വീഴുകയാണ്. അവർക്ക് അധികം മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല. ആദിമ സഭയിലെ വിശ്വാസികൾക്ക് കർത്താവ് വലിയൊരു പാഠം ഇവരുടെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇതൊന്നും നമ്മൾ അവഗണിക്കരുത്. നമുക്കുള്ള കർത്താവിന്റെ സ്വരമാണിത്. നമ്മൾ യഥാർത്ഥത്തിൽ സമർപ്പണമുള്ളവരാകണം. നമ്മൾ യഥാർത്ഥത്തിൽ ആത്മീയരാകണം. നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നവരാകണം. യഥാർത്ഥത്തിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരാകണം. ഈ തലങ്ങളിലെല്ലാം കപടതയുടെ മുഖങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം വലിച്ചെറിഞ്ഞ് യഥാർത്ഥത്തിൽ നമ്മൾ റിയൽ ആകാൻ വേണ്ടി ആഗ്രഹിക്കണം. എനിക്ക് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് പൂർവ്വ ജോസഫിനെ ഭയങ്കര ഇഷ്ടമാണ്. പൂർവ്വ ജോസഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ റിയൽ ആയിരുന്നു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ സഭാമക്കളായ നമുക്ക് പൂർവ്വ ജോസഫ് വലിയൊരു വെല്ലുവിളിയാണ്. പോത്തിഫറിന്റെ വീട്ടിൽ അടിമയായിട്ട് അവൻ ജോലി ചെയ്യുമ്പോൾ അവന്റെ സുന്ദരിയായ ഭാര്യ ജോസഫുമായി പാപം ചെയ്യാൻ വന്നു. ആരും അത് അറിയത്തില്ല, ആരും കാണത്തില്ല. എന്നാൽ ആ സ്ത്രീയുടെ മുൻപിൽ ജോസഫ് റിയൽ ആവുകയും യഥാർത്ഥ ദൈവ പൈതലായവൻ നിലകൊള്ളുകയാ. ഇത് കർത്താവിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിച്ച് എന്താ ഉണ്ടായേ? അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായ ഈജിപ്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായി, ഗവർണറായി, പ്രധാനമന്ത്രിയായി സ്വർഗത്തിലെ ദൈവം ജോസഫിന് ഉയർത്തുകയാണ്. പ്രിയ സഹോദര സഹോദരി, പൂർവ്വ ജോസഫിന് ഉയർച്ചയ്ക്കുള്ള കാരണം എന്താ? പൂർവ്വ ജോസഫിന്റെ ജീവിതത്തിലുണ്ടായ ഈ അഭിവൃദ്ധിയുടെ കാരണം എന്താ? മറ്റൊന്നുമല്ല, അവൻ റിയലായിരുന്നു. അവൻ എവിടെയും റിയലായി, ഒരു യഥാർത്ഥ ദൈവ പൈതലായി. പ്രിയ ദൈവമക്കളെ, ഇവരിലൂടെ എല്ലാം കർത്താവ് എന്താ നമ്മോട് സംസാരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്ന മേഖലകളിൽ ജനുവനായിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം, കരഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ, തലമുറയിൽ, കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന കൂട്ടായ്മയിൽ, നമ്മുടെ സമൂഹങ്ങളിലെല്ലാം കർത്താവിന്റെ ഈ അഭിഷേകം നിറഞ്ഞു കവിയട്ടെ. അതിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഒരു പരിപൂർണ സമർപ്പണത്തോടെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനെ ഏൽപ്പിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യ കുഞ്ഞാടിൻ സ്നേഹത്തിൻ രൂപം, രൂപഭാവങ്ങൾ മാറ്റുന്ന സ്നേഹം, പാവനമാത്മാവിൽ മന്നയായി മാറും തിരുവോസ്തിരൂപന്റെ സ്നേഹം. പരമപരിശുദ്ധനായ ദൈവം ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ സകല കപടതകളെയും കാപട്യത്തിന്റെ എല്ലാ മുഖങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രിയ ദൈവമക്കളെ, ഇരുകരങ്ങളും തിരുവോസ്വരൂപനായ യേശുവിന്റെ തിരുമുൻപിലേക്ക് നമുക്ക് യാചനാപുറം നീട്ടിപ്പിടിക്കാം. ഈ സമയം അനേകം ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ കടന്നു വരുന്ന സമയം. നമ്മുടെ ജീവിതം നേരുള്ളതായി മാറണം. ഒരു സുതാര്യതയിലേക്ക് നമ്മളെല്ലാം വരുവാൻ ഈ ആരാധനയിലൂടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കേ. കർത്താവേ, യാഥാർത്ഥ്യബോധമുള്ളവരാകുവാൻ, ഞങ്ങൾ എന്താണോ അപ്രകാരമായി ജീവിക്കുവാൻ, ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശ്വസ്തയോടെ ജീവിക്കുവാൻ, പരസ്പരമുള്ള സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ഞങ്ങൾ മുന്നേറുവാനുള്ള അഭിഷേകം ഈ ആരാധനയുടെ ഞങ്ങളിലേക്ക് പകരണമേ. പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കേ. Come Holy Spirit. Hallelujah, hallelujah, hallelujah. വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, പരസ്പരമുള്ള സ്നേഹത്തിൽ, കൂട്ടായ്മയിൽ വിശ്വസ്തയോടെ വളരുവാൻ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾ
റിയലാകുവാൻ കരം നീട്ടി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല 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 ഹല. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, യന്ത്രങ്ങൾ അഴിയട്ടെ, മുഖങ്ങൾ ഒടിയട്ടെ, തിരുവിട ആധിപത്യ അധികാര ശക്തികൾ കത്തിച്ചാരമാകട്ടെ. അഭിഷേകം 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 തിരുമഴ പോലെ പെയ്യട്ടെ. വിശ്വസ്തതയുടെ 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 യാഥാർത്ഥ്യ ബോധത്തിന്റെ അഭിഷേകം നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ.